എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന് ഞാൻ തുടങ്ങട്ടെ. അറിയാലോ, ഇപ്പൊ ഷൈനിനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. റീൽസും പോസ്റ്റ് ആയിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെ എതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എന്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും. അപ്പൊ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ വീണ്ടും അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആന്റി ഡ്രഗ് സ്ക്വാഡ് ആയിട്ടുള്ള ഡാൻസ് ഓഫ് ഷൈനെ പിടികൂടാൻ വന്നതും താരം ഹോട്ടലിൽ ഏതോ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം അറിയാലോ, ഇപ്പൊ ഷൈനിനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറെ എന്താ പറയാ റീൽസും പോസ്റ്റ് ആയിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെ എതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എന്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതിവിടെ പറയണം തോന്നി. എന്നാലും എന്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ മുതലേ തുടങ്ങിയിരിക്കണടാ. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റ വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റ് ആയി. ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റ് ആയി. ഞാൻ എന്നിട്ട് അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ലാണ്ടായിപ്പോയി. ഒന്നിന് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത്? ഒരു ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനായി പാച്ചപ്പായോ? ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. പാച്ചപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. ഇത്രേ പറയാനുള്ളൂ. ഇനി പോസ്റ്റും റീൽസും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക. എന്റെ മാനസികാവസ്ഥ മെന്റലാക്കാതിരിക്കുക. Renu, it was a joke. Very funny.